രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയിലേക്കാണ് കടന്നു വരുന്നത്. ക്രമസമാധാന പരിപാലനത്തിൽ രാജ്യത്തിന് മാത്രമല്ല ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായ നിലയിലേക്ക് കേരള പോലീസിന് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പോലീസിനെ കുറിച്ച് ഇതാണ് അഭിപ്രായമെങ്കിൽ, എന്നാൽ കുന്നംകുളത്തെ CPM-ന് കുന്നംകുളത്തെ പോലീസിനെ കുറിച്ച് വിഭിന്ന അഭിപ്രായമാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നവരെ പോലീസ് അകാരണമായി മർദ്ദിച്ച് വലിയ തോതിൽ പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കുന്നംകുളത്തെ CPM ഏരിയ കമ്മിറ്റിയുടെ ഒരു ഭാഗം. കുന്നംകുളത്തെ SI ആയ വൈശാഖിനെതിരെ അകാരണമായി ആളുകളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നതിനെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇതേ തുടർന്ന് ഇനി SIക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് CPM തന്നെ രംഗത്തിറങ്ങും എന്നുള്ള ഒരു നിലപാടാണ് കുന്നംകുളത്ത് ഉള്ളത്. അതേസമയം തന്നെ ഇന്ന് ജിൻസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതായത് ജിൻസൺ കഴിഞ്ഞ 25-ാം തീയതി അടുപ്പുട്ടിപ്പള്ളി പെരുന്നാൾ കഴിഞ്ഞ് റോഡരികിൽ നിൽക്കുന്ന സമയത്ത് ജിൻസനെ റോഡിൽ നിൽക്കുന്ന സമയത്ത് SI വൈശാഖും സംഘവും ഒരു ജീപ്പിൽ വന്നിറങ്ങുകയും അകാരണമായി നേരെ ലാത്തി ഉപയോഗിച്ച് ഒന്നും ചോദിക്കാതെ മർദ്ദിച്ചു എന്നുള്ളതാണ് ജിൻസന്റെ പരാതി. എനിക്കിവിടെ ഷോൾഡർ കൊണ്ട് ഇങ്ങനെ തട്ടിയ പാടും വടികൊണ്ട് ലാത്തി കൊണ്ട് തട്ടിയതും പിന്നെ പിടിച്ച് വലിക്കുമ്പോൾ മാന്തിയ പാടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സൈഡിലായിട്ട് ലാത്തി കൊണ്ട് കുത്തിയൊരു പാടുണ്ടായിരുന്നു. പിന്നെ ആദ്യം വന്നിട്ട് അടിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ പിടിച്ച് അടിച്ചൊരു പാട് ഈ സൈഡിലുണ്ടായിരുന്നു. തുടർന്ന് അവിടെ നാട്ടുകാരെല്ലാവരും കൂടുകയും ഇവരാരും തന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പോലീസിന് നേരെ ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് പിന്നീട് ജിൻസനെ ജീപ്പിൽ നിന്ന് SI വൈശാഖ് തന്നെ ഇറക്കി വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും CPM-ന്റെ ഭാഗത്തു നിന്ന് പ്രത്യക്ഷ പ്രതിഷേധം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.